പാർലമെന്റിൽ ഇന്ന് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ ശശി തരൂർ MP ആണ്. ശശി തരൂരിനെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് കർശന നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് തരൂർ മിണ്ടിയാൽ തട്ടും. കാരണം തരൂർ മിണ്ടിയാൽ അത് മോദിക്ക് അനുകൂലമായി മാറും. മോദിക്ക് അനുകൂലമായി മാറിയാൽ പിന്നെ ഞങ്ങൾ തരൂരിനെ വെച്ചേക്കില്ല. വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ നടക്കുമോ? അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് നടക്കണമല്ലോ. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ അമിത് മാളവ്യ, BJPയുടെ നേതാവ് അമിത് മാളവ്യ മുൻ ആഭ്യന്തരമന്ത്രി P. ചിദംബരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ P. ചിദംബരം കഴിഞ്ഞ ദിവസം ഒരു ദ ക്വിൻറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ അഭിമുഖം കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം ഗുരുതരമായൊരു സംഗതിയാണ് പറയുന്നത്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം അത് നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ തന്നെയാണോ എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇവിടെ നിന്നുള്ളത് തന്നെ ആയിക്കൂടെ? പിന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എന്ത് നഷ്ടപ്പെട്ടു? സൈന്യം സർക്കാർ എന്താണ് ഒളിച്ചു വെക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ചിദംബരത്തിന് ഇപ്പോൾ അറിയേണ്ടത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് തെളിവുണ്ടോ? അത് ഇവിടെ നിന്നുള്ളത് തന്നെയാണോ? അപ്പോൾ ഇന്ത്യ ആരോപിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതിനുള്ള ഇന്ത്യ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിദംബരം ഇങ്ങനെ പറയുമ്പോൾ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണെന്നാണ് അമിത് മാളവ്യ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പോൾ കിട്ടും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പഹൽഗാം ഭീകരാക്രമണത്തിനെ കുറിച്ചും പാർലമെന്റിലേതായാലും തുറന്ന ചർച്ചയാണ്. 16 മണിക്കൂറുണ്ട്. ആവശ്യത്തിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. അപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ എടുത്തുകൊടുക്കാനായിട്ട് 10 ചോദ്യങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അതിൽ ഗൗരവ സ്വഭാവമുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച, ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം കാശ്മീർ പോലെ ഒരു സ്ഥലത്ത്, നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും ഇൻ്റലിജൻസ് വീഴ്ചയെ നമ്മൾ സംശയിച്ചേ മതിയാകൂ. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ ആവശ്യത്തിൽ കഴമ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒരു പരിധി വരെ സൈനിക നേതൃത്വം വിശദീകരിച്ച കാര്യങ്ങളാണ്. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതായതുകൊണ്ട് അത് നമ്മൾ പറയുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അത് എത്രത്തോളം കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ ഒരു പൊതു ചർച്ചാ വേദിയിൽ അത് പറയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പിന്നെ ഉള്ളത് ട്രംപിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ്. ട്രംപിൻ്റെ അവകാശവാദത്തിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി നേരിട്ട് വിശദീകരണം നൽകിയതാണ്. അത് പ്രതിപക്ഷത്തിന് അപ്പോൾ ബോധ്യമായില്ല, ഇപ്പോൾ ഒന്നുകൂടി ബോധ്യമാക്കണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഇതിലൊക്കെ ശശി തരൂർ ഇടപെട്ട് സംസാരിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഉറപ്പായിട്ട് സംസാരിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാളും ഒരു വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനായിട്ടുള്ള പ്രാഗൽഭ്യവും വാക്ചാതുര്യവും ഉള്ളയാൾ ശശി തരൂർ തന്നെയാണ്, നിസ്സംശയം പറയണം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തരൂരിനെ സംസാരിക്കാൻ കോൺഗ്രസ് അനുവദിക്കുകയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു 90% സാധ്യത ഇല്ല എന്ന് തന്നെ പറയണം. ഒരു 10%, ചിലപ്പോൾ ഒരു 1% മാത്രം സാധ്യത കൽപ്പിച്ചാൽ മതി. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തരൂരും കോൺഗ്രസുമായിട്ടുള്ള ഭിന്നത. അതായത് ഈ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരണമല്ലോ. ഒരു സമ്മേളന കാലയളവ് ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അജണ്ട നിശ്ചയിക്കാനായിട്ട് പാർലമെൻ്ററി കാര്യ സമിതി യോഗം ചേരും, അതാത് പാർട്ടികൾ ചേരും. ഇപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തരൂർ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനായിട്ട് പാർട്ടി കുറച്ച് പേരെ ചുമതലപ്പെടുത്തും. ആ പട്ടികയിൽ തരൂരില്ല. ഇനി തരൂർ താല്പര്യപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ സംസാരിക്കണമെങ്കിൽ തരൂർ പാർലമെൻ്ററി പാർട്ടിയുടെ അനുമതി മേടിക്കണം. അങ്ങനെ വാങ്ങിയിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായും തരൂർ സംസാരിക്കില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇനി സംസാരിച്ചാൽ, അദ്ദേഹത്തിന് വ്യക്തിപരമായി സംസാരിച്ചാൽ തന്നെ അത് എത്രത്തോളം അത് പ്രോത്സാഹിപ്പിക്കപ്പെടും എന്നുള്ളതും സംശയമാണ്. ഇനി സംസാരിച്ചാൽ തന്നെ അത് ഒരു കാരണവശാലും അദ്ദേഹം നരേന്ദ്രമോദിയെയോ സർക്കാരിനെയോ വിമർശിക്കുന്ന തരത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധ്യത തീരെയില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ച ആളാണ്, നിലപാടുകൾ വ്യക്തമാക്കിയ ആളാണ് ശശി തരൂർ. അപ്പോൾ ഇവിടെ സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ ശശി തരൂർ നിലപാടെടുത്താൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം അപഹാസ്യരാകും. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മറ്റൊരു ചിത്രം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ ഈ ഒരു നിലപാടെടുത്തു എന്നുള്ള ഒരു ചിത്രം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തരൂരിലൂടെ വരച്ച് കാണിക്കുമ്പോൾ അതങ്ങനെയല്ല, ഇത് മൊത്തം കുഴപ്പമാണ്, ഇത് സർക്കാരിൻ്റെ കുഴപ്പമാണ്, സർക്കാരിന് കുറേ വീഴ്ച പറ്റി, പാകിസ്ഥാനെ കൃത്യമായി നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൻ്റെ നാവായി
തരൂർ സഭയിൽ അവതരിച്ചാൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം അപഹസിക്കപ്പെടും. അതൊരു നയതന്ത്ര പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അതും കൂടി പരിഗണിക്കുമ്പോൾ തരൂർ സംസാരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ തരൂർ വരും ദിവസങ്ങളിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യം, ഈ ചർച്ച അതങ്ങ് പോട്ടെ, അതിനുശേഷം ഇനി തരൂർ പ്രതിപക്ഷത്തിന്റെ സ്വരമായിട്ടുണ്ടാകുമോ അതോ വീണ്ടും മോദി അനുകൂല നിലപാടുകളുമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ അനുകൂലിക്കുമോ, അങ്ങനെയുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ത് തീരുമാനിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഏതായാലും കേരളത്തിൽ നിന്നുള്ള KPCC തരൂരിൻ്റെ പേര് വെട്ടിയിട്ടുണ്ട്. ഒരു ഔദ്യോഗിക പരിപാടികളിലും KPCCയുടെ ഔദ്യോഗിക പരിപാടികളിലും തരൂരിന് ക്ഷണമില്ല നിലവിൽ. ക്ഷണിച്ച പരിപാടികളിൽ തരൂർ പങ്കെടുത്തതുമില്ല. അപ്പോൾ പരമാവധി ഒതുക്കി നിർത്തുക, അകറ്റി നിർത്തുക എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ തീരുമാനം. പല നേതാക്കളും പരസ്യമായി തരൂരിനെ ചീത്ത വിളിക്കുന്നുണ്ട്. തരൂരിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ KM മുരളീധരൻ ആയാലും ശരി, ഉണ്ണിത്താൻ ആയാലും ശരി, അവരൊക്കെ നിലവിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളാണ്. തരൂരിനേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരാണ്. അപ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ തരൂരിന് കഥയൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനി അല്ലെങ്കിൽ തരൂര് മറ്റേ എന്താ പറയുക, സാഷ്ടാംഗം വീണ് സകല പാപങ്ങളും ക്ഷമിക്കണമെന്ന് ഏറ്റു പറയേണ്ടി വരും. അങ്ങനെ അങ്ങനെ ഒരു നിലപാട് തരൂരെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സംവാദ വേദിയിൽ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ നമ്മുടെ പാർട്ടി മറ്റൊരു പാർട്ടിക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കപ്പെടും. അതിനപ്പുറം അതിലൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനം. പക്ഷേ നേരെ ബദലായി കോൺഗ്രസ് എടുക്കുന്ന നയപരിപാടി എന്ന് പറഞ്ഞാൽ നേതാവല്ല, പാർട്ടിയാണ് പ്രധാനമെന്നുള്ളതാണ് ഇവിടെയുള്ള നേതാക്കൾ എടുക്കുന്നത്. ഒരു നേതാവല്ല, അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ട കാര്യം. ഒരു പൊതു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു പാർട്ടി അച്ചടക്കത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആർക്കും അവകാശമില്ല. തരൂർ അതിന് വിരുദ്ധമായി, ഇത് കോൺഗ്രസ്സിലായതുകൊണ്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. കോൺഗ്രസ്സിൽ അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അത് അസഹനീയമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ ഇനി തരൂർ എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. തരൂരിനെ ഇത്തരത്തിൽ അകറ്റി നിർത്തുന്ന ഒരു സമീപനം KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും തരൂർ കോൺഗ്രസ് വിടാനുള്ള ഒരു നീക്കം കൂടി നടത്തില്ലേ? അതിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. തരൂരിൻ്റെ കാര്യത്തിൽ KPCC അല്ല അവസാന വാക്ക്, AICC ആണ്. കാരണം തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റിലേക്ക് തരൂരിനെ കെട്ടിയിറക്കിയത് AICC ആണ്. തരൂരിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല. അദ്ദേഹം ഈ UN പ്രവർത്തിച്ച് അവിടെ സ്വയപ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി അങ്ങനെ വിശ്വപൗരൻ എന്ന പ്രതീതി ഉണ്ടാക്കി ആ ഒരു ലേബലിൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു, ചുളിവിൽ ഒരു ലോക്സഭാ സീറ്റ് തരപ്പെടുത്തി, അങ്ങനെ കേന്ദ്രമന്ത്രിയൊക്കെ ആയി, അങ്ങനെ സ്വന്തം കരിയർ ബിൽഡ് ചെയ്തെടുത്ത, എന്നാൽ അത്യാവശ്യം നല്ല വിവരവും നല്ല വാക്ചാതുര്യമൊക്കെ ഉള്ളത് കൊണ്ട് ജനസമ്മതി ആർജിച്ച ഒരാളാണ്. അപ്പോൾ KPCCക്ക് അത് വലിയ റോളൊന്നുമില്ല. KPCCക്ക് ഒരു പരിധി വരെ തരൂരിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറ്റിയ ഒരാൾ എന്നതിനപ്പുറം തരൂരിനോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല. ഇപ്പോഴല്ല, മുമ്പും തരൂരുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. തരൂര് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. ഒരു മലയാളിയാണ്, കേരളത്തിൽ നിന്നുള്ള MP ആണ്. കേരളത്തിൽ നിന്ന് എത്ര വോട്ട് കിട്ടി? ഒരു ശബരിനാഥനും ഒരു നമ്മുടെ കോഴിക്കോട് MP രാഘവനും, എനിക്കൊന്ന് അവരൊക്കെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഒരു തുറന്ന സമീപനം അക്കാര്യത്തിൽ എടുത്തത്, തരൂരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ. വേറെ ഇവിടെ കൂട്ടമായി തന്നെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കാനായിരുന്നു എല്ലാവരും താല്പര്യപ്പെട്ടത്. അപ്പോൾ സ്വന്തം കേരളത്തിൽ നിന്ന് തരൂരിനെന്നുള്ള പിന്തുണ എന്താണെന്നുള്ളത് നേരത്തെ നമുക്ക് ബോധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഇതേ തരത്തിലുള്ളൊരു നിലപാട് KPCC എടുത്താലും അത് തരൂരിനെ ബാധിക്കുന്ന വിഷയമല്ല. കാര്യം ആ KPCCയുടെ ഭാഗമല്ല, സത്യം പറഞ്ഞാൽ KPCCയുടെ ഭാഗമല്ല തരൂർ. അദ്ദേഹം AICCയുടെ ഭാഗമാണ് ആ നിലയിൽ.